ശ്രീ ഇ.പി. ജയരാജൻ എന്ന് പറയുന്ന LDFന്റെ കൺവീനർ അദ്ദേഹം നേരിട്ട് BJPക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന കാഴ്ചയാണ് ഞെട്ടലോടുകൂടി കഴിഞ്ഞ ദിവസങ്ങളിലായി കേരളം കണ്ടുകൊണ്ടിരുന്നത്. ഇ.പി. ജയരാജന് BJPയുമായിട്ടുള്ള BJPയുടെ ഇന്നത്തെ സ്ഥാനാർത്ഥി പട്ടികയിലെ പ്രമുഖരുമായിട്ടുള്ള പലതരത്തിലുള്ള ബന്ധങ്ങളൊക്കെ കേരളം സമീപ ദിവസങ്ങളിൽ വീണ്ടും ചർച്ച ചെയ്യുന്നതാണ്. ഇ.പി. ജയരാജന്റെ മകന്റെ ഉടമസ്ഥയിൽ ഉണ്ടായിരുന്ന കണ്ണൂരിലെ വിവാദ റിസോർട്ട്, അത് വിവാദമൊക്കെ ഉയർന്നപ്പോൾ അദ്ദേഹം വിൽക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടു. ആരാണ് അത് വാങ്ങിയത് എന്ന് ചോദിച്ച് അതിൻ്റെ അന്വേഷണം നമ്മൾ നടത്തിയാൽ ചെന്നെത്തുന്നത് തിരുവനന്തപുരത്തെ ഇന്നത്തെ BJPയുടെ സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിലേക്കാണ് അതിൻ്റെ വേരുകൾ ചെന്നെത്തുക എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ നിലയിലുള്ള ഒരു ബന്ധം വ്യക്തിപരമായി ബിസിനസ് പരമായി ഇ.പി. ജയരാജൻ നിലനിർത്തുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള പ്രസ്താവനകളുമായിട്ട് രംഗത്ത് വരുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? BJPയുടെ പല സ്ഥാനാർത്ഥികളും വളരെ മികച്ച സ്ഥാനാർത്ഥികളാണ് അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു. അദ്ദേഹം വേറെ ദിവസം പറഞ്ഞു കേരളത്തിലെ മത്സരം എന്ന് പറയുന്നത്. ഒരു സംശയം ചോദിക്കട്ടെ, ഈ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകൾ, അതിന്റെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖറിന് ഇ.പി. യഥാർത്ഥത്തിൽ നൽകുന്ന പിന്തുണ, മറ്റ് 4 പേരൊക്കെ ഇന്നിപ്പോ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ മേമ്പൊടിക്ക് പറയുന്നതാണ്. രാജീവ് ചന്ദ്രശേഖറിലേക്ക് മാത്രമായി ശ്രദ്ധ ചുരുങ്ങി സ്വയം പ്രതിരോധത്തിലാകാതിരിക്കാനുള്ള ഇ.പിയുടെ തന്ത്രം, ഇതൊക്കെ നിങ്ങളുടെ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. ഇതിനപ്പുറം രാജീവ് ചന്ദ്രശേഖറിന്റെ സംരക്ഷകനായി, അദ്ദേഹത്തിന്റെ വിജയം ഉറപ്പിക്കാൻ ബാധ്യതപ്പെട്ട ഒരാളായി ഇ.പി. മാറുന്ന താല്പര്യം എന്താണ് ഇ.പിയുടെ? അല്ല, ഞാനത് ഇ.പിയുടെ ബിസിനസ് താല്പര്യം മാത്രമായിട്ട് കരുതുന്നില്ല. ഒരു പരിധിക്കപ്പുറം ഈ വിവാദം വളർന്നപ്പോൾ പ്രതിരോധത്തിലാവുന്നതിന്റെ തിരിച്ചറിവിൽ ഒരുപക്ഷെ CPMന്റെ ഉന്നത നേതൃത്വത്തിന് പിണറായി വിജയനും ഗോവിന്ദൻ മാസ്റ്റർക്കും അദ്ദേഹത്തെ കൈയൊഴിയേണ്ട ഒരു സാഹചര്യം പുതുതായിട്ട് വന്നു. ഞാൻ മറ്റൊരു രൂപത്തിൽ ചോദിച്ചോട്ടെ, ഈ വൈദേകം റിസോർട്ടിന്റെ ഒരു ചെറിയ ആ പറയുന്ന സ്ഥലത്തേക്ക് മാത്രമായി ഇതിനെ പരിമിതപ്പെടുത്തണ്ട. അവിടെ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാപനം ഇതുമായി ബന്ധപ്പെട്ട അത് ഏറ്റെടുക്കുന്നതിന് മുൻപ് കണ്ട ഒരു കാര്യമുണ്ടല്ലോ, അത് ED എവിടെ എത്തിയതല്ലേ? പിന്നീട് എന്തായി? പൊടി പോലും ഇല്ലായിരുന്നല്ലോ കണ്ടുപിടിക്കാൻ. അതിനുശേഷമാണല്ലോ ഇങ്ങനെ ഒരു ബിസിനസ് ധാരണ ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണോ CPM നിങ്ങളെ അടക്കം പരിഹസിക്കാനായി ഉപയോഗിക്കുന്നത്, അതായത് കോൺഗ്രസ്സുകാരെല്ലാം ഒറ്റയടിക്ക് ചാടി അപ്പുറത്തേക്ക് പോകുന്നു, BJP കേന്ദ്ര ഏജൻസികളെ കാണിച്ച് പേടിപ്പിക്കുമ്പോൾ, ഇവിടെ ഇ.പി. ചെയ്തത് എന്താണ്? അങ്ങനെയെങ്കിൽ കേരളത്തിൽ ED വന്നില്ലല്ലോ പിന്നെ വൈദേകം റിസോർട്ടിലേക്ക്. കരുവന്നൂരിലേക്ക് ED എത്താതിരിക്കുന്നതിന്റെ പ്രതിരോധവും ഇ.പി. തന്നെയാണോ? അങ്ങനെയെങ്കിൽ അതിനപ്പുറത്ത് കേന്ദ്ര ഏജൻസി വന്നാൽ ഏതൊക്കെ മടികളിൽ കനമുണ്ട് എന്നത് അന്വേഷിക്കും എന്നതിന്റെ ഭാഗമായി മറ്റു പലർക്കും ചങ്കിടിപ്പുണ്ടോ? അവർക്കൊക്കെ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട പരിചയമായിരുന്നോ ഇ.പി.? വേണു ഇപ്പൊ ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിലുള്ളത്. ഏതെങ്കിലും ഒരാൾ ഒരു പാർട്ടി ഉപേക്ഷിച്ച് BJPയിലേക്ക് പോകുമ്പോൾ അതിനെ രാഷ്ട്രീയമായിട്ടുള്ള ചുവടുമാറ്റമായിട്ട്, വ്യക്തിയുടെ ഒരു തീരുമാനമായിട്ട്, വ്യക്തിയുടെ ഒരു ഇച്ഛാഭംഗത്തിന്റെ ഭാഗമായിട്ടുള്ള അക്കരപ്പച്ച തേടലായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പൊ സമീപ ദിവസങ്ങളിൽ കേരളത്തിൽ അത്തരത്തിൽ പോയ ആളുകൾക്കൊക്കെ ഈ പോകുന്ന സ്ഥലത്തുണ്ടായിരുന്ന വില എന്താണ്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ലഭിക്കുന്ന വില എന്താണെന്നൊക്കെ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിലേക്കല്ല ചർച്ച. ഇവിടെ LDFന്റെ കൺവീനർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അദ്ദേഹം BJPക്ക് വേണ്ടി ബാറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞ എത്ര അപകടകരമായിട്ടുള്ള പ്രസ്താവനയാണെന്ന് ആലോചിച്ച് നോക്കൂ. അത് ഒരു ബിസിനസ് ബന്ധത്തിന്റെ പേരിൽ, അദ്ദേഹത്തിന്റെ ED പേടിയുടെ പേരിൽ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. BJP കേരളത്തിലെ 20 സീറ്റിൽ മിക്കവാറും സീറ്റുകളിലൊക്കെ 2ാം സ്ഥാനത്ത് എത്തും എന്ന് LDFന്റെ കൺവീനർ പറയുകയാണ്. UDF 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുമെന്ന് പറയുകയാണ്. 20 MP-മാരിൽ 18 MP-മാർ UDFന്റെ സിറ്റിംഗ് MP-മാരായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് 5 വർഷത്തിന് ശേഷം ഇലക്ഷൻ നടക്കുമ്പോൾ UDF ആ സീറ്റുകളിലൊക്കെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടും, 2ാം സ്ഥാനത്ത് BJP വരും, പല സ്ഥലങ്ങളിലും BJP ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് BJPക്ക് വേണ്ടി ബാറ്റ് ചെയ്യാണ്. MV ഗോവിന്ദനും ഇ.പി.യെ തള്ളിപ്പറയണം. സ്വാഭാവികമായും നിങ്ങൾക്ക് ഗുണകരമാകുന്ന ഒരു നിലപാട് എന്തായാലും ഇ.പി.യെ തള്ളിക്കൊണ്ട് പിണറായിയും MV ഗോവിന്ദനും എടുക്കേണ്ടതില്ലല്ലോ. അങ്ങനെയെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ ഇ.പി.യെ തള്ളിയുള്ള നീക്കത്തിന്റെ പിന്നിലെ താല്പര്യമൊന്നുമില്ല. അത് ഒരു വിവാദം എന്ന നിലയിൽ അത് പരിധിക്കപ്പുറത്തേക്ക് പോയി എന്നും അതുണ്ടാക്കുന്ന ഡാമേജ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ഡാമേജ് കൺട്രോൾ എക്സസൈസ് എന്ന നിലയിൽ ഇ.പി.യെ ഒറ്റ തിരിച്ച് മാറ്റി നിർത്തി അത് തള്ളി പറയുന്നു എന്നുള്ളൊരു നാടകമായിട്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വി ഗോവിന്ദന്റെയോ പിണറായി വിജയന്റെയോ ഈ പുതിയ സ്റ്റേറ്റ്മെന്റുകളിൽ ഞങ്ങൾക്കൊരു ആവേശം കൊള്ളാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. ഞാൻ പറയുന്നത് ഇവർ ഇപ്പോഴും ഒരു നാടകം എന്ന നിലയിൽ ജയരാജനെ തള്ളി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ആവർത്തിച്ചുണ്ടാക്കിയ പ്രസ്താവനകൾ ഉണ്ടാക്കിയ ഡാമേജ് ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ. അതിൽ നിന്നുള്ള ഒരു ഡാമേജ് കൺട്രോൾ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ്. ശരി, പക്ഷെ അപ്പോഴും നിങ്ങളുടെ പ്രതിരോധം എന്താണ്? EP ഉന്നം വെക്കുന്നത്, EP-യുടെ പിന്നിൽ നിന്നുകൊണ്ട് ഇപ്പോ ഒരു ആലങ്കാരികമായ തള്ളിപ്പറച്ചിലിനപ്പുറം ഇതുവരെ അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും അവർ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നതും നാളെ പിന്തുടരാനിരിക്കുന്നതും ഒക്കെയായ രാഷ്ട്രീയം നിങ്ങളെ ഇല്ലാതാക്കി BJP മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നതാണ് CPM ഉന്നമിടുന്നത് എന്നത് സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്നലെ അല്ലല്ലല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയും ഇന്ന് MV ഗോവിന്ദൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ സംഘടനാപരമായ ഒരു പദം തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സംഘടനാ രാഷ്ട്രീയത്തിന്റെ സംജ്ഞ തന്നെ ഉപയോഗിച്ചുകൊണ്ട് EP-യെ തള്ളി പറഞ്ഞിരിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങേയറ്റം നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ് ശ്രീ ശിവശങ്കർ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. LDF-ന്റെ കൺവീനറായ ശ്രീ EP ജയരാജൻ അവിടെ നിന്ന് മാറുകയാണെങ്കിൽ ഞങ്ങൾ കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ അദ്ദേഹത്തിന് അഭയം കൊടുക്കാൻ തയ്യാറാണ് എന്ന് BJP-യുടെ ഒരു പ്രതിനിധി ഈ ചാനൽ ചർച്ചയിൽ CPM-ന്റെ LDF-ന്റെ കൺവീനറെ കുറിച്ച് പറയുന്നത് ഞാൻ ഒരിക്കലും ആഹ്ലാദത്തോടു കൂടി കേട്ടിരിക്കുന്ന ആളല്ല. കാരണം CPM-ൽ നിന്ന് അങ്ങനെ ആരെങ്കിലും പോയാലും അവർ BJP-യിൽ എത്തരുത് എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ പ്രകാശനെ പോലുള്ള ആളുകൾക്ക്, CPM-ന്റെ ആളുകൾക്ക് കോൺഗ്രസിൽ നിന്ന് ഒരു പ്രസക്തിയുമില്ലാത്ത ഏതെങ്കിലും ചില വ്യക്തികൾ പോകുമ്പോൾ ഉള്ള അമിതാഹ്ലാദം അദ്ദേഹം ഇങ്ങനെ പല തവണ ആവർത്തിച്ചു. ഞങ്ങൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളിൽ നിന്ന് പോകുന്നത് ഒന്നോ രണ്ടോ വ്യക്തികളാണ്. സ്വന്തം ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിനെ പോലും കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ ഒറ്റപ്പെട്ട രീതിയിൽ തിരസ്കൃതരായിട്ടാണ് അവർ പുറത്തു പോകുന്നത്. അവർ പുറത്തു പോയതിനു ശേഷവും അവർക്ക് സ്വന്തം സ്ഥലത്ത് പോലും പ്രചരണത്തിന് ഒരു പ്രസക്തിയില്ല എന്നുള്ള അത് ചെന്ന് കയറുന്ന ആളുകൾക്ക് അടക്കം മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ തൃശ്ശൂരിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പോയി എന്ന് പറയപ്പെടുന്ന വനിതാ നേതാവിനെ അവരുടെ സ്വന്തം നാട്ടിൽ പ്രചരണത്തിന് ഇറക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നല്ലോ BJP-യുടെ പുതിയ തീരുമാനം. അപ്പോൾ അത്രയേ പ്രസക്തിയുള്ളൂ. പക്ഷേ ഞാൻ ശ്രീ പ്രകാശിന്റെ അറിവിലേക്ക് വേണ്ടി വീണ്ടും ഞങ്ങൾ സ്ഥിരമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ കണക്കുകൾ സഹിതം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളിൽ നിന്ന് പോകുന്നത് ഒരു പാർട്ടി മുഴുവനാണ്. നിങ്ങളുടെ അണികൾ മുഴുവൻ കൂട്ടത്തോടെ ഒലിച്ചു പോവുകയാണ്. നിങ്ങൾക്ക് ബംഗാൾ എന്ന് പറയുന്ന നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്ത് അധികാരം നഷ്ടപ്പെടുന്നത് 2011-ലാണ്. അധികാരം നഷ്ടപ്പെടുന്ന ആ വർഷത്തിൽ പോലും നിങ്ങൾക്ക് അവിടെ 30.08% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. 30% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 10 വർഷത്തിന് ശേഷം 2021 വീണ്ടും അവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ നിങ്ങളുടെ വോട്ട് ഷെയർ 4.73%. 30% വോട്ട് ഷെയർ ഉണ്ടായിരുന്നു നിങ്ങളിൽ നിന്ന് 25% വോട്ടും പുറത്തുപോയി. ഞങ്ങൾക്കും അവിടെ ക്ഷീണം സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ വോട്ട് സ്വാഭാവികമായിട്ട് പോയിട്ടുണ്ടാവുക മുൻ കോൺഗ്രസ്സുകാരി കൂടിയായിട്ടുള്ള മമതാ ബാനർജിയുടെ അടുക്കിലേക്കാണ്. മമതാ ബാനർജി അവിടെ BJP-യെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ട് ഭരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ വോട്ട് മുഴുവൻ പോയിരിക്കുന്നത് BJP-യിലേക്കാണ്. നിങ്ങളുടെ ഏറ്റവും ശക്തമായിട്ടുള്ള കണക്കൂടി പറഞ്ഞാൽ ഞാൻ ഇതുകൂടി പറഞ്ഞോട്ടെ. 2018 ത്രിപുരയിൽ CPM-നുണ്ടായിരുന്ന വോട്ട് ഷെയർ 42.22%. നിങ്ങൾ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പരാജയപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ പോലും 5 വർഷത്തിന് ശേഷം 2023 കഴിഞ്ഞ വർഷം അവിടെ ഇലക്ഷൻ നടന്നപ്പോൾ 42% ഉണ്ടായിരുന്ന നിങ്ങളുടെ വോട്ട് ഷെയർ 24%, ഏതാണ്ട് പകുതിയിലേക്ക് കുറയുകയാണ്. അവിടുത്തെ സഖാക്കൾ മുഴുവൻ കൂട്ടത്തോടെ കാടുകളിൽ അഭയം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഓഫീസുകൾ തന്നെ നേരിട്ട് BJP-യുടെ ഓഫീസുകളായി മാറുകയാണ്. ഒരു പ്രദേശം മുഴുവൻ BJP-യിലേക്ക് ഒലിച്ചു പോവുകയാണ്. അപ്പോൾ ഇതിൽ ആഹ്ലാദിക്കേണ്ട കാര്യമല്ല മിസ്റ്റർ പ്രകാശൻ. BJP അവരുടെ എല്ലാ സന്നാഹങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിൽ ഇന്ത്യയിലെ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ വേണ്ടി അവർ എങ്ങനെയാണ് ധനസമാഹരണം നടത്തുന്നത് എന്നതിനെ കുറിച്ചുള്ള വാർത്തകളാണ് ഇലക്ട്രൽ ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ തൊട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ള നിങ്ങൾക്കൊരു കാലത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന വൻകിട ആളുകളൊക്കെ, വലിയ വലിയ പണച്ചാക്കുകൾ, ലോട്ടറി രാജാക്കന്മാർ ഇന്ന് BJP-ക്ക് 1368 കോടി രൂപ സംഭാവന നൽകുകയാണ് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ. ഈ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ഒരു MLA പോലും ഇല്ലെങ്കിലും അവിടെ സർക്കാർ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്ന ആത്മവിശ്വാസത്തിലേക്ക് BJP മാറിയത്. ഏതാണ്ട് അതേ അവസ്ഥയാണ് കേരളത്തിൽ BJP-ക്ക് ഒരു MLA പോലും ഔപചാരികമായിട്ടില്ല. പക്ഷേ BJP-യുടെ അജണ്ട മുഴുവൻ വളരെ കൃത്യമായി നടക്കുന്ന ഒരു സംസ്ഥാനമായി ഈ കേരളം മാറുന്നു എന്നുള്ളതാണ്. ഞാൻ അവസാനിപ്പിച്ചു. BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വെല്ലുവിളിക്കുകയാണ്. CAA ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടപ്പാക്കുന്നുണ്ട് എങ്കിൽ അതിൽ ആദ്യം നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെയും CPM-നെയും ഇവരെ മുഴുവൻ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാവുന്നത് ഇവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല LDF, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM, അതിന്റെ സർക്കാർ. കാരണം ഒരു ഭാഗത്ത് CAA ഞങ്ങൾ നടപ്പാക്കില്ല, ഞങ്ങൾ CAA-ക്കെതിരാണ്, CAA-ക്കെതിരെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നതിന് അനുകൂലമാണ് എന്ന് പറയുമ്പോൾ 5 വർഷമായിട്ട് വേണു ഈ CAA-ക്കെതിരെ
പ്രതിഷേധിച്ചതിന്റെ പേരിൽ സമാധാനപരമായ പ്രതിഷേധം, ഭരണഘടനാപരമായ പ്രതിഷേധം, ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും അംബേദ്കറുടെയും പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമാധാനപരമായ പ്രതിഷേധ യോഗങ്ങളുടെ പേരിൽ 835 കേസുകൾ പിണറായി വിജയൻ എടുത്തിട്ട് ഒരു 30ഓളം കേസുകൾ മാത്രമാണ് പിൻവലിച്ചിട്ടുള്ളത്. 6800-ലധികം ആളുകൾ ഇപ്പോഴും ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഇതാ 2ാം ഘട്ട കേസെടുത്തു. ഞാൻ അടക്കമുള്ള ആളുകൾ ഈ പുതിയ ബാച്ച് ഓഫ് കേസസിൽ പ്രതികളാണ്. അപ്പോൾ ഇങ്ങനെ BJP എന്താണ് ആഗ്രഹിക്കുന്നത് നടത്തി കൊടുക്കുന്ന ഒരു സർക്കാർ കേരളത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ കോൺഗ്രസിന് ഉത്തരേന്ത്യയിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ മാറുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത ചില വ്യക്തികൾ മാറുന്നു, ഇത് കോൺഗ്രസിന്റെ ഒരു ക്രെഡിബിലിറ്റി പ്രശ്നമായിട്ട് ഇവിടെ ഒരാളും കാണുന്നില്ല. അത് CPM-ന്റെ ഒരു നെറേറ്റീവാണ്, CPM-ന് അമിതാഹ്ലാദമാണ്. CPM-ന് ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ വരെ നിങ്ങൾ കേട്ടതില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകൻ തിരിച്ചു ചോദിച്ചു, അദ്ദേഹം പച്ച നുണകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ CAA സമരത്തിൽ, CAA ഇന്ത്യയിൽ പാർലമെന്റിൽ ചർച്ച ചെയ്തപ്പോൾ അവിടെ മുഴങ്ങിക്കേട്ട ഏക ശബ്ദം ആരിഫിൻ്റെതാണ് എന്ന് പറഞ്ഞ് പച്ച നുണ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ഔദ്യോഗികമായി പത്രസമ്മേളനം വിളിച്ച് നിങ്ങളുടെയൊക്കെ മുമ്പിൽ നീട്ടിപ്പരത്തി എഴുതി കൊണ്ടുവന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും അതിന് ചോദ്യം ചെയ്യാൻ തയ്യാറായോ? ഏറ്റവും ആർജവത്തോടു കൂടിയുള്ള പ്രതികരണം എവിടെ നിന്നാണ് ഉണ്ടായത്? ഈ പറയുന്ന ശശി തരൂരിന്റെ അന്നത്തെ പ്രസംഗം നിങ്ങൾ കേട്ടതല്ലേ? E.T. മുഹമ്മദ് ബഷീറിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടതല്ലേ? P.K. കുഞ്ഞാലിക്കുട്ടിയുടെ ഇടപെടൽ നിങ്ങൾ കേട്ടതല്ലേ? കോൺഗ്രസിന്റെ മുഴുവൻ അംഗങ്ങളടക്കം UDF-ലെ മുഴുവൻ അംഗങ്ങളും ആ നിയമത്തെ എതിർത്ത് ശക്തമായി വോട്ട് ചെയ്ത് പ്രതിപക്ഷ ധർമ്മം നിർവഹിച്ചതല്ലേ? എന്നിട്ട് അതല്ലാത്ത രീതിയിൽ മറ്റു രീതിയിൽ നുണ പറഞ്ഞ് ഇവിടെ വോട്ട് ചെയ്തത് ആരിഫ് മാത്രമാണ് സംസാരിച്ചത് എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇതിൽ നുണപ്രചരണം നടത്തുമ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം അതിനെ കൂട്ടുനിന്നുകൊണ്ട് മൗനം പാലിക്കുകയായിരുന്നു എന്നുള്ളൊരു വിമർശനം കൂടി ഞാൻ ഉന്നയിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതല്ല യാഥാർത്ഥ്യം. ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്കടക്കം മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ഈ മണിപ്പൂരിൽ വേട്ടയാടപ്പെടുന്ന ആളുകളും കേരളത്തിലും ഇന്ത്യയിലും ഉടനീളം ന്യൂനപക്ഷമായതിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന മുഴുവൻ ആളുകളും പ്രതീക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്നത് നരേന്ദ്രമോദിയെ ആർക്കാണ് താഴെ ഇറക്കാൻ സാധിക്കുക എന്നുള്ള. നിങ്ങൾ പറഞ്ഞു ശരിയാണ്, ഞങ്ങൾക്ക് ഒറ്റയടിക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും എന്നുള്ള അമിതമായിട്ട് ഒരു അവകാശവാദവും ഇല്ല. വളരെ ബുദ്ധിമുട്ടാണ്. അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ആർക്കെങ്കിലും അത് സാധിക്കുമെങ്കിൽ അത് ഞങ്ങൾക്കേ സാധിക്കുള്ളൂ, അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനുവേണ്ടി പരമാവധി ശക്തി സമാഹരിച്ച് അന്തിമ പോരാട്ടത്തിന് മുന്നോട്ട് പോവുക എന്നുള്ള ഞങ്ങളുടെ നിയോഗവുമായിട്ട് ഞങ്ങൾ ചുവടുവെക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ ആളുകളും വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൽ അസൂയപ്പുണ്ട്, അതിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനെ വിശ്വസിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, കോൺഗ്രസ് നാളെ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രചരണം ആരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കേരളത്തിലെ വിവേകശാലികളായിട്ടുള്ള വോട്ടർമാർക്ക് മനസ്സിലാവും വേണം. ശരി.